ഷാലോം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സി-കാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയാണ് സി-കാറ്റ് എന്ന പ്രോഗ്രാം. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കുചേരുവാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറെ ഹൃദ്യമായി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് സജീവമായി ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഉദയപുരം കോടോത്ത് ഇടവകകളിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്കാ സഭയിലെ കൂദാശ അനുകരണങ്ങൾ അഥവാ കൂദാശ കൽപ്പങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചും മൃത സംസ്കാര ശുശ്രൂഷയെക്കുറിച്ചുമാണ്. എൻ്റെ പേര് മാത്യൂസ്. പിതാവെ, എൻ്റെ ചോദ്യം ഇതാണ്: എന്താണ് കൂദാശയും കൂദാശ അനുകരണം തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് വിശദമാക്കാമോ? യെസ്, മാത്യൂസ് ചോദിച്ചത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് ഈ കൂദാശ അനുകരണങ്ങൾ? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറേ വ്യത്യാസങ്ങൾ ഞാൻ തന്നെ ഇപ്പോഴിവിടെ ചർച്ച ചെയ്തു, ഇല്ലേ? ഈ എപ്പിസോഡിൽ തന്നെ നമ്മൾ പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായ ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ പറയാം. ഒന്ന്, ഇത് സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ഒരു വ്യത്യാസം, ഇല്ലേ? മാത്യൂസെ, കൂദാശകൾ 7 സ്ഥാപിച്ചത് ആരാണ്? ഈശോ മിശിഹ നേരിട്ട് വ്യക്തിപരമായി സ്ഥാപിച്ചതാണ് 7 കൂദാശകൾ. അതേസമയം കൂദാശ അനുകരണങ്ങളോ പല കാലഘട്ടങ്ങളിൽ പല വ്യക്തികളിലൂടെ, ഈശോയുടെ മനസ്സറിവ് അവിടെയുണ്ട്, ദൈവഹിതമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ പല വ്യക്തികളിലൂടെയാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. ഇപ്പോൾ ഉത്തരീയ ഭക്തി സൈമൺ സ്റ്റോക്ക് പുണ്യവാനിലൂടെ കടന്നു വന്നു. അതുപോലെ തന്നെ ഡൊമിനിക്കൻ വൈദികരാണ് പലപ്പോഴും ഈ ജപമാല ഭക്തിയുടെ പ്രചാരണം നിർവഹിച്ചിട്ടുള്ളത്. ജോൺ പോൾ മാർപ്പാപ്പയിലൂടെയാണ് ഫൗസ്തീന പുണ്യവതിയുടെ കരുണയുടെ ഈശോയുടെ ചിത്രവും ആ പ്രാർത്ഥനാ രീതികളും സഭയിൽ പ്രചരിച്ചത്. അപ്പോൾ ഒന്ന്, അതിൻ്റെ സ്ഥാപനത്തിലെ വ്യത്യാസമാണ്. ഈശോ മിശിഹ കൂദാശകൾ നേരിട്ട് സ്ഥാപിക്കുമ്പോൾ കൂദാശ അനുകരണങ്ങൾ പ്രത്യേക വിശുദ്ധാത്മാക്കളിലൂടെയോ സഭാധികാരികളിലൂടെയോ സ്ഥാപിക്കപ്പെടുന്നതാണ്. 2, കൂദാശകൾക്ക് കൃത്യമായ നിയതമായ എണ്ണമുണ്ട്. എത്ര എണ്ണമാണ് കൂദാശകൾ? 7 കൂദാശ. കൂദാശ അനുകരണങ്ങളോ അതിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ കൂദാശകൾ സാർവത്രിക സഭയുടെ ആരാധനാ രീതിയാണ്, അല്ലേ? മാമോദീസ എന്ന് പറയുന്നത് സഭയിലെ എല്ലാ അംഗങ്ങൾക്കും നിർബന്ധമായി സ്വീകരിക്കേണ്ടതാണ്. കുമ്പസാരം, വിശുദ്ധ കുർബാന, ഇവയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതേസമയം കൂദാശ അനുകരണങ്ങളോ അത് താല്പര്യമുള്ളവർ സ്വീകരിച്ചാൽ മതി, അല്ലേ? ഒരു ദിവസം കൊന്ത, എല്ലാ ദിവസവും കൊന്ത ചെല്ലണം, അത് ഭക്തിയാണ്, അത് ആത്മീയ വളർച്ചയ്ക്ക് നല്ലതാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഒരു ദിവസം കൊന്ത ചൊല്ലിയില്ല എന്ന് പറഞ്ഞ് കുമ്പസാരിക്കുന്നതും, ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ ഏതാണ് കൂടുതൽ ഗൗരവമുള്ള പാപം? ഏതാണ് മാത്യൂസെ കൂടുതൽ ഗൗരവമുള്ളത്? ഞായറാഴ്ച പള്ളിയിൽ പോകാതിരുന്നതാണ് കൂടുതൽ ഗൗരവമുള്ളത്. കാരണം അതൊരു കൂദാശയുടെ ലംഘനമാണ്. അതേസമയം ജപമാല ചൊല്ലാതിരുന്നത് ഒരു കൂദാശ അനുകരണത്തിൻ്റെ ലംഘനമാണ്, അല്ലേ? അപ്പോഴതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, അത് പാലിക്കാനുള്ള കടപ്പാടിൽ വ്യത്യാസമുണ്ട്. കൂദാശ അനുകരണങ്ങൾ പലപ്പോഴും
പ്രാദേശികമായും വ്യക്തിപരമായും രൂപം കൊള്ളുമ്പോൾ കൂദാശകൾ സാർവത്രിക സഭയുടെ ഭക്തിയായി അല്ലെങ്കിൽ അനുഷ്ഠാനമായി രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ്. കൂദാശകൾക്കെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമുണ്ട്. അതാണ് മറ്റൊരു വ്യത്യാസം. കൂദാശ അനുകരണങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നേരിട്ട് അടിസ്ഥാനം ഉണ്ടാകണം എന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ വെന്തിങ്ങ ഉത്തരീയം ധരിക്കണം എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് ബൈബിളിൽ പറഞ്ഞില്ല എങ്കിലും ചില സ്വകാര്യ വെളിപാടുകളിലൂടെ നമുക്ക് കിട്ടിയ ആശയത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നതാണ്. ഇനി വീണ്ടും സംഭവിക്കുന്നത്, ഇതിലൂടെ കിട്ടുന്ന വരപ്രസാദത്തിൻ്റെ രീതിയിലും വ്യത്യാസമുണ്ട്. കൂദാശകളിലൂടെ കുരിശിൽ മരിച്ച ഈശോ മിശിഹായുടെ ബലിയുടെ വരപ്രസാദം അതിൻ്റെ സമ്പൂർണതയിൽ നമുക്ക് ഉറപ്പായും ലഭിക്കുന്നു. അതേസമയം കൂദാശ അനുകരണങ്ങളിലൂടെ കൂദാശകൾ എന്നതുപോലെ വരപ്രസാദം ലഭിക്കുന്നതായി സഭ പഠിപ്പിക്കുന്നില്ല. കൂദാശ അനുകരണങ്ങൾ തീർച്ചയായും നമുക്ക് ആത്മീയ വളർച്ചയ്ക്കും കൂദാശകളിലേക്കുള്ള കൂടുതലായ അടുപ്പത്തിനും ഇടവരുന്നു എന്നുള്ളതാണ് സത്യം. കൂദാശ അനുകരണങ്ങൾ പലപ്പോഴും കൂദാശകളുമായി ബന്ധമുള്ളവയോ കൂദാശകളിലേക്ക് നമ്മെ നയിക്കാൻ സഹായിക്കുന്നതുമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് കൂടുതൽ ഉദാത്തമായ ചിന്തകൾ മനസ്സിലുണരും. അപ്പോൾ ഈശോയുടെ ആ കുരിശിലെ ബലി ഇന്ന് ഏറ്റവും സജീവമായി ആചരിക്കുന്ന എവിടെയാണ്? വിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതാണ് ഈ കുരിശിൻ്റെ വഴി എന്ന കൂദാശ അനുകരണം. പരിശുദ്ധ കുർബാനയുടെ ആരാധന, നിത്യാരാധന ചാപ്പലിൽ പോയി നമ്മൾ കുറേ നേരം ഇരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി, ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞാൻ ഇത്രയും ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇത്രയും കൃപ കിട്ടിയെങ്കിൽ ഈ വിശുദ്ധ കുർബാന വാഴ്ത്തി അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരപ്പത്തെ വിശുദ്ധ കുർബാനയാക്കി മാറ്റിയ പരിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കുമ്പോൾ എനിക്ക് എത്രയോ അധികമായി സമാധാനവും കൃപയും ലഭിക്കും. അപ്പോൾ വിശുദ്ധ കുർബാനയെ ആരാധിച്ച് ഒരു വ്യക്തി വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകും. അപ്പോൾ കൂദാശ അനുകരണങ്ങൾ കൂദാശകളിലേക്ക് നയിക്കാൻ ലക്ഷ്യമാക്കി ഉള്ളതാണ്. ഇങ്ങനെ അനേകം വ്യത്യാസങ്ങൾ കൂദാശ അനുകരണങ്ങളും കൂദാശകളും തമ്മിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവും. മാത്യൂസ് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായൊരു മറുപടിയായിരുന്നു പിതാവ് നൽകിയത്. വളരെ നന്ദി പിതാവേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? എൻ്റെ പേര് ആഗ്നസ്. ആഗ്നസ് ടീച്ചർ അല്ലേ? അതെ, ചോദിച്ചോളൂ. പിതാവേ, കൂദാശാനുകരണങ്ങളിൽ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ. എന്നാൽ ആ അടയാളങ്ങളുടെ അർത്ഥം എന്താണെന്നും അത് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും പിതാവ് ഒന്ന് വ്യക്തമാക്കി തരാമോ? ഓ യെസ്. കൂദാശ അനുകരണങ്ങളിലെ അടയാളങ്ങൾ അത് ഓരോന്നിലും വ്യത്യാസമാണ് അല്ലേ? ഇപ്പോൾ ജപമാലയിൽ നമ്മൾ ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. അതേസമയം വെന്തിങ്ങ ധരിക്കുമ്പോൾ അത് ധരിക്കുന്നു. കൂദാശ അനുകരണങ്ങളിലെ അടയാളങ്ങൾ എന്ന് പറഞ്ഞത് ഇന്നതാണ് ഈ കൂദാശയുടെ അടയാളം എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ കൂദാശ അനുകരണങ്ങളുടെ അടയാളം ഇന്നതാണ് എന്ന് നമുക്ക് അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റിയല്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും ടീച്ചർ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ ചിലതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, അത് കൂദാശകളിലും ആകാം കൂദാശ അനുകരണങ്ങളിലും ആകാം. ഇപ്പം ആനാമ്പള്ളം തളിക്കുന്നു. ആനാമ്പള്ളം എപ്പോഴെല്ലാം തളിച്ചാലും അതിൻ്റെ അർത്ഥം എന്താണ്? അത് മാമോദീസായിൽ നമുക്ക് നമ്മുടെ തലയിൽ വെള്ളമൊഴിച്ചാണ് നമ്മുടെ മാമോദീസ മുക്കിയത് അല്ലേ? മാമോദീസായിൽ നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മ വരപ്രസാദത്തെ ഓർമ്മിപ്പിക്കുക, ആ വരപ്രസാദത്തെ നമ്മിൽ ഉണർത്തുക, ഉദ്ദീപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആനാമ്പള്ളം തളിക്കുന്നത്. എപ്പോഴെല്ലാം തലയിൽ ആനാമ്പള്ളം വീണോ അപ്പോഴെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ സ്വയം കുരിശ് വരച്ച് ആശീർവദിക്കണം എന്നതാണ് സഭയുടെ ഒരു പതിവ്. അപ്പോൾ ആനാമ്പള്ളം തളിക്കുന്നതിൻ്റെ ഒരു അർത്ഥം ഏതാണ്?
ഈ ആനാം ഞാൻ മാമോദീസ എന്ന കൂദാശയെ ഓർമ്മിക്കാൻ സഹായകമാണ്. ഇപ്പോൾ കുരിശിൻ്റെ വഴി അതൊരു കൂദാശാനുകരണമാണ്. കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ അത് ചൊല്ലാൻ സാധിക്കും. അതിനർത്ഥമുണ്ട് പ്രത്യേകിച്ച്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുരിശിൻ്റെ വഴി ഇതുപോലെ ഒരു സോഫ കസേരയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ചൊല്ലാൻ പറ്റും. ഒന്നാം സ്ഥലം ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞാൻ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് ആവിഷ്കരിച്ചാൽ അങ്ങ് ലോകത്തെ വീണ്ടെഷിച്ചു. പീലാത്തോസ് ഈശോയെ കുരിശ് മരണത്തിന് വിധിച്ചു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. അവസാനം നമ്മൾ ചൊല്ലി കർത്താവെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിലും പതിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം ഞാൻ ഇവിടുന്ന് അനങ്ങിയിട്ടില്ല, ഇവിടെ ഒറ്റ ഇരിപ്പാണ്. അങ്ങനെ ചൊല്ലാം. അതേസമയം കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈശോ മിശിഹായുടെ കുരിശിൻ്റെ വഴി ചിത്രീകരിച്ച ആ പടത്തിൽ ഓരോ സ്റ്റേഷൻ്റെയും മുമ്പിൽ ചെന്ന് നിൽക്കാം. ഈശോ മിശിഹായെ ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുട്ടയിൽ നിന്ന് നെറ്റി നിലത്ത് മുട്ടിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് കുറേ കൂടി വിഷമവും ബുദ്ധിമുട്ടും ഉണ്ട്. ഓരോ തവണ എഴുന്നേൽക്കുക, മുട്ടുകുത്തുക, സാഷ്ടാംഗം പ്രണമിക്കുക, വീണ്ടും എഴുന്നേൽക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക. അങ്ങനെ ത്യാഗപൂർവം ആ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിന് കൂടുതൽ ഫലവും ഈശോ മിശിഹായുടെ കുരിശുമരണത്തോട് നമ്മളും ശരീരം കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പങ്കുചേരുന്ന ഒരനുഭവവും അതിന് ലഭിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കൂദാശ അനുകരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന അടയാളങ്ങൾ, പ്രതീകങ്ങൾ അവയൊക്കെയും കൂടുതൽ ആഴങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും ക്രിസ്തുവിനോടുള്ള താതാത്മ്യപ്പെടലിലേക്കും നമ്മെ നയിക്കാൻ സഹായകമാണ്. വളരെ നന്ദി പിതാവേ. പിതാവിൻ്റെ മനോഹരമായൊരു ഉത്തരത്തിന്. നമ്മുടെ ചർച്ച കൂടുതൽ ആഴമുള്ള ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എൻ്റെ പേര് മോളി. പിതാവേ, കൂദാശകൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നൽകുന്നു. എന്നാൽ കൂദാശ അനുകരണങ്ങളിൽ കൂദാശയ്ക്ക് അടുത്ത കൃപാവരം ലഭിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് വിശദമാക്കാമോ? യെസ്, കൂദാശകളിലും കൂദാശ അനുകരണങ്ങളിൽ എന്ത് വരപ്രസാദ വ്യത്യാസമാണുള്ളത് എന്നതാണ് മോൾ ടീച്ചറിൻ്റെ ചോദ്യം അല്ലേ? കൂദാശകളിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് തിരുസഭ നമ്മെ വ്യക്തമായി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ കൂദാശകൾക്കും ചേർന്ന ആ കൗദാശിക വരപ്രസാദം നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ കുംഭസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപമോചനത്തിൻ്റെ വരപ്രസാദം ലഭിക്കുന്നു. പാപങ്ങളിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ആത്മാർത്ഥമായ ആഗ്രഹവും പരിശ്രമവുമുള്ളവർക്ക് അതിനുള്ള കൃപാവരവും ദൈവം കൊടുക്കുന്നുണ്ട് കുംഭസാരത്തിൽ. അതേസമയം നമ്മൾ ചെയ്യുന്ന ഒരു കൂദാശ അനുകരണത്തിൽ അത് അതേപടി ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയാൽ. ആ വ്യക്തി ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. 51-ാം സങ്കീർത്തനം മുഴുവനും ചൊല്ലി ആ വ്യക്തി തൻ്റെ പാപത്തെ ഓർത്ത് നിറകണ്ണുകളോടെ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചു. അതൊരു കൂദാശ അനുകരണമാകാം. പക്ഷേ അതിന് ആദ്യം പറഞ്ഞ അതേ ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം എന്താണ്? ആ കൂദാശ അനുകരണം എന്ന് പറയുന്നത് ഈ വ്യക്തിപരമായി നടത്തിയൊരു കർമ്മമാണ്. അതിന് ഈശോ മിശിഹാ തന്ന ഉറപ്പ്, കൗദാശികമായ ഉറപ്പിൽ ലഭിക്കുന്ന വരപ്രസാദം പോലെ ഇവിടെ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. കൂദാശകൾ ഈശോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യം ചെയ്താൽ നിനക്ക് ഇന്ന വരപ്രസാദം എന്ന് ഈശോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം കൂദാശ അനുകരണങ്ങളിൽ അപ്രകാരമുള്ള വെളിപാടുകൾ നമുക്കില്ല. ഉള്ളത് ചില സ്വകാര്യ വെളിപാടുകൾ മാത്രമാണ് ഇല്ലേ? മർഗരീത്ത മറിയത്തോട് ഈശോ പറഞ്ഞു, ഇങ്ങനെ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിച്ചാൽ പ്രത്യേക ഫലം കിട്ടും.
അതൊരു സ്വകാര്യ വെളിപാടിലെ ദർശനം മാത്രമാണ്. അതുകൊണ്ട് അവയിലൂടെ കിട്ടുന്ന ഫലസിദ്ധിയെക്കുറിച്ച് സഭ ഇന്ന രീതിയിലാണ് ഫലം എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവയൊക്കെയും ദൈവനാമത്തിൽ ചെയ്യുന്നവയാകയാലും വലിയ ആധ്യാത്മിക ഒരുക്കത്തോടെ ചെയ്യുന്നവയാകയാലും കൂദാശ അനുകരണങ്ങളെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകും എന്ന് തന്നെ ന്യായമായും ചിന്തിക്കും. കൂദാശകളും കൂദാശ അനുകരണങ്ങളും നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരപ്രസാദത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ് പിതാവ് വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വിവരിച്ചു തന്നത്. പിതാവിന് വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? എൻ്റെ പേര് സെൽമി. പിതാവേ, കൂദാശ അനുകരണങ്ങളോട് നമ്മൾ എത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ചില വ്യക്തികൾ ദിവ്യബലിയിൽ നല്ല രീതിയിൽ സജീവമായി പങ്കെടുക്കുകയും നൊവേന പോലുള്ള കൂദാശ അനുകരണങ്ങളോട് വിമുഖത കാണിക്കുന്നതും കണ്ടിട്ടുണ്ട്. അവയിൽ സംബന്ധിക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യെസ്, സെൽമി ടീച്ചറിൻ്റെ ചോദ്യം വളരെ പ്രകോപനപരമായ ചോദ്യമാണ് അല്ലേ? അതായത് ചില ചേട്ടന്മാർ അങ്ങനെയാണെന്നാണ് പറയുന്നത്, കുർബാനയിലൊക്കെ വളരെ ഭക്തിപൂർവ്വം പങ്കെടുക്കും, വിശുദ്ധ കുർബാനയിൽ അത്രയ്ക്ക് ആഴമുള്ള വിശ്വാസമുണ്ട്. അതേസമയം നൊവേന തുടങ്ങുമ്പോൾ, നിങ്ങളുടെ പള്ളി ആരുടേതാണ്? സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ നൊവേന തുടങ്ങുമ്പോഴത്തേക്കും ആൾ വിട്ടുപോകുന്നു, നൊവേനയ്ക്ക് നിൽക്കാതെ അല്ലേ? അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ട് പോകുന്നതായിരിക്കും, അയാളുടെ ബസ് പോകുമായതുകൊണ്ട് പോകുന്നതായിരിക്കും, നമുക്ക് അവരെ വിധിക്കാതിരിക്കാം. പക്ഷേ ടീച്ചർ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കുർബാനയിൽ ആഴമേറിയ ബോധ്യവും വിശ്വാസവും ഒരു വ്യക്തിക്കുണ്ട് എങ്കിൽ ആ വ്യക്തി അതിനേക്കാളും താഴ്ന്ന ഒരു കാര്യമാണ് ഏത്? നൊവേന. അതിൽ കൂടണം എന്ന് നമുക്കൊരാളോട് നിർബന്ധമായും വാശി പിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? വിശുദ്ധ കുർബാനയിലൂടെ കിട്ടിയതിനേക്കാളും വലിയ ഒരു കാര്യവും നൊവേനയിലൂടെ കിട്ടാൻ പോകുന്നില്ല. ഒരുപക്ഷെ പലപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കുക അല്ലേ? സെൽമി ടീച്ചർ പറഞ്ഞതിന് വിരുദ്ധമായതാണ് സംഭവിക്കുക. കുർബാനയുടെ നേരത്ത് ഞാൻ പലപ്പോഴും പള്ളിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുർബാനയുടെ നിലത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് ഗ്രാമം കണ്ടിരിക്കുന്ന പല ചേട്ടന്മാരും നൊവേന തുടങ്ങുമ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് കയ്യും കൂപ്പി ഭക്തിയോടെ നിൽക്കുന്നതാണ്. അതും ശരിയായ രീതിയല്ല. കാരണം എന്താണ്? നൊവേനയെക്കാളും എത്രയോ അത്ഭുതാവഹമായ കൃപാവരം തരാൻ കഴിവുള്ളതാണ് വിശുദ്ധ കുർബാന അല്ലേ? വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ അൾത്താരയിൽ ജനിച്ച് വീണ്, ഈശോ അൾത്താരയിൽ പ്രബോധനം നൽകി, ഈശോ അൾത്താരയിൽ സ്വയം കുരിശിൽ മരിച്ച്, ഈശോ സ്വർഗത്തിൽ ആരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് സ്വർഗീയ ആനന്ദം നമുക്ക് പ്രദാനം ചെയ്യുന്ന ശുശ്രൂഷയാണ് കുർബാന. അത് അതേപടി അവിടെ സംഭവിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നൊവേനയും മറ്റ് ഭക്തകൃത്യങ്ങളും എത്രയോ നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ട് പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് സെൽമി ടീച്ചർ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. വിശുദ്ധ കുർബാനയാണ് കൂദാശകളുടെ കൂദാശ, ഏറ്റവും പരമപ്രധാനമായ സത്യം. വിശുദ്ധ കുർബാനയെ അവഗണിച്ചുകൊണ്ട് കൂദാശ അനുകരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് പല ദൈവശാസ്ത്രജ്ഞന്മാരും വിയോജിപ്പ് പറയാറുണ്ട്. വിശുദ്ധ കുർബാന ആചരണം കഴിഞ്ഞ ഉടനെ വിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങുന്നതിനോട് ചില ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ വിയോജിപ്പ് കാണിക്കാറുണ്ട്. കാരണം എന്താണ്? അവർ പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ ആരാധന ഏതാണ്? വിശുദ്ധ കുർബാന അർപ്പണം തന്നെയാണ്. അത് കഴിഞ്ഞ് ഉടനെ വിശുദ്ധ കുർബാന ആരാധന നടത്തേണ്ട കാര്യമില്ല. വിശുദ്ധ കുർബാന ആരാധനയോടെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് കുറേ കൂടി അർത്ഥപൂർണമായ ഒരു സമീപനമാണ് എന്ന് തിരിച്ചറിയാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യരുടെ അജപാലനപരമായ ആവശ്യങ്ങൾ, മനുഷ്യരുടെ ചില വൈകാരിക ഭക്തികൾ ഒക്കെ ഉണ്ട്. അതിന് പ്രാധാന്യമില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നമ്മുടെ ആളുകൾ വളരെ ഭക്തിയോടെ 40 ദിവസമോ 50 ദിവസമൊക്കെ നോമ്പെടുത്ത ശേഷം മലയാറ്റൂർക്ക് മല കയറുന്നതാണ്.
ഇപ്പോഴാണെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത 10 ടണ്ണുള്ള കുരിശൊക്കെ ഒരു 19 പേര് പടങ്ങിട്ട് കെട്ടി വലിച്ച് കുരിശും മണ്ടേ കൊണ്ടുവരുന്നുണ്ട്, ഇല്ലേ? ചിലർ പറയും ഇത് ചുമ്മാ പാഴായ പ്രവൃത്തി, എന്നാണ് ഇത് ചുവന്നുകൊണ്ട് വലിഞ്ഞു കയറുന്നത്, ഇതൊക്കെ നടന്ന് കയറിപ്പോയാൽ പോരെ, ഈ മരവും വെട്ടി ചുമന്ന് അതുകൊണ്ട് മലമണ്ടലിടുന്നതിൽ എന്നാ അർത്ഥമുള്ളത് എന്ന് ചോദിച്ച് വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന ചില പരിത്യാഗങ്ങളെ നമ്മൾ ബുദ്ധി കൊണ്ട് മാത്രം അളക്കേണ്ട ഒരു കാര്യമല്ല. ആ വ്യക്തികൾ അപ്രകാരം ഒരു പരിത്യാഗം ചെയ്യുമ്പോൾ അതിൽ അവർ പുലർത്തുന്ന ആത്മാർത്ഥതയും അതിലൂടെ അവർ പ്രകടമാക്കുന്ന അനുതാപത്തിൻ്റെ അരൂപിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തിയെ നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇത് കൂദാശ അനുകരണങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഒരർത്ഥവുമില്ല എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ പോകരുത്. കൂദാശ അനുകരണങ്ങളെ ഞാൻ ചെയ്യുകയില്ല, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുർബാനയ്ക്ക് പോകും, ജപമാല ഞാൻ ചൊല്ലിയല്ല എന്നൊരു ചേട്ടൻ എന്നോട് എൻ്റെ ഇടവകയിലായിരുന്നപ്പോൾ വാശി പിടിച്ച് പറയുക. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, അങ്ങനെ നിർബന്ധം പിടിക്കരുത്. കാരണം എന്താണ്, ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ നയിക്കാൻ സഹായിക്കുന്നതാണ് ഏത് ജപമാലയും. ജപമാലയും നമ്മൾ ധ്യാനിക്കുന്ന എന്താണ്, കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നമ്മൾ ഓരോ രഹസ്യവും ചൊല്ലുമ്പോൾ ഈശോ മിശിഹായുടെ ജീവിതത്തെയാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനിച്ചൊരുങ്ങി നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ അർത്ഥപൂർണമാണ്. ബലിയർപ്പിക്കുമ്പോൾ ഞാൻ എവിടുന്നേലും ഓടി വന്നങ്ങ് ബലിയർപ്പിക്കുകയല്ല, മറിച്ച് ബലിയർപ്പണത്തിന് മുമ്പായി പല പള്ളികളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അത് ഏതോ മാതൃസംഘക്കാരുടെ പണിയാണെന്ന് പറഞ്ഞ് ചേട്ടന്മാരാരും തന്നെ പള്ളിയിൽ കയറാറില്ല. ഓ ചേട്ടത്തിമാരുടെ ഒരു കൊന്ത, അത് കഴിഞ്ഞിട്ട് നടപണിയൊക്കെ അടിച്ചു കഴിഞ്ഞ് കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ചേട്ടന്മാർ കയ്യും കെട്ടി വർത്തമാനവും പറഞ്ഞ് മുറ്റത്തോട് നടക്കുന്നതാണ്. അതും ശരിയല്ല. കാരണം എന്താ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുങ്ങി നമ്മൾ ഗാഗുൽത്തായിലെ ബലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിൻ്റെ അവസരമായിട്ട് ജപമാലയെ മനസ്സിലാക്കാം. അതുകൊണ്ട് കൂദാശ അനുകരണങ്ങൾ കൂദാശയിലേക്ക് നയിക്കാനും കൂദാശയിൽ ലഭിച്ച വരപ്രസാദത്തെ നഷ്ടപ്പെടുത്താതെ സജീവമായി നിലനിർത്താൻ സഹായകവുമാണ്. അതുകൊണ്ട് ഈ കൂദാശ അനുകരണങ്ങളെ ഒരുതരം അവഗണനാ മനോഭാവത്തോടെ കരുതുന്നതും ശരിയായ രീതിയല്ല. കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയേക്കാൾ മഹത്തരമായ ഒരു കൂദാശ അനുകരണമില്ല എന്നും, ഒപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് കൂദാശ അനുകരണങ്ങളെ ഉൾച്ചേർക്കണമെന്നുള്ള മനോഹരമായൊരു ഉത്തരമാണ് പിതാവ് നമുക്ക് നൽകിയത്. പിതാവിന് സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. അടുത്ത ചോദ്യം ആരാണ് നമുക്ക് വേണ്ടി ചോദിക്കുന്നത്? സാറിൻ്റെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ജോസ്. എൻ്റെ സംശയം ഇതാണ്, കൂദാശ അനുകരണങ്ങളിൽ അത് സ്വീകരിക്കുന്ന ആളിൻ്റെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ച് പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? യെസ്, കൂദാശ അനുകരണങ്ങളിൽ അത് സ്വീകരിക്കുന്ന ആളിൻ്റെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. കൂദാശകളിൽ ചില കാര്യങ്ങൾ അതിനാൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം അതിനെയാണ് സഭ എക്സ് ഓപ്പരെ ഓപ്പരാത്തിസ് എന്ന് പറയും കൂദാശകളിൽ. അതായത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കൂദാശ വചനം ചൊല്ലുമ്പോൾ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചിലപ്പം വേറെ എന്തെങ്കിലും വിചാരിച്ചുകൊണ്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ അച്ഛൻ്റെ വിചാരക്കുറവിനെ അവിടെ കുറവായി കരുതാതെ ഈശോ മിശിഹ അപ്പത്തെ ഈശോയുടെ തിരുശരീരമാക്കി മാറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുക, എക്സ് ഓപ്പരെ ഓപ്പരാത്തോ എന്ന് പറയുന്നത്. അതേസമയം വേറൊരു കാഴ്ചപ്പാടുണ്ട്, പുരോഹിതൻ്റെ ശ്രദ്ധയും കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ്റെ വിശുദ്ധിയും കുർബാനയുടെ ഫലപ്രാപ്തിയെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതാണ് എക്സ് ഓപ്പരെ ഓപ്പരാന്തിസ് എന്ന് പറയും.
അത് ലത്തീനാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ടിട്ട് തിരിയാതെ പോയത്. അതായത് അത് അനുഷ്ഠിക്കുന്നയാളുടെ വിശുദ്ധി ആണ് പ്രധാനം എന്ന് വാദിക്കുന്ന രണ്ടാമത്തേത്, മറിച്ച് ആ അനുഷ്ഠാനമാണ് പ്രധാനം എന്ന് പറയുന്നതാണ് ആദ്യം പറഞ്ഞത്. കത്തോലിക്കാ സഭയുടെ വിശ്വാസമനുസരിച്ച് കൂദാശകളിൽ അനുഷ്ഠാനമാണ് പ്രധാനം. അതാണ് എക്സ് ഓപ്പരെ ഓപ്പരാത്തോ എന്ന് പറയും. അതേസമയം കൂദാശ അനുകരണങ്ങളിൽ അപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളെക്കാളും അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ വിശ്വാസവും ആ വ്യക്തിയുടെ ആത്മാർത്ഥതയും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് പല വിചാരമുണ്ടാകും. നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത്, അയ്യോ കഞ്ഞി അടുപ്പിലിട്ടിട്ടാണല്ലോ വന്നത്. പെണ്ണിനോട് വാർക്കാൻ പറഞ്ഞാൽ നമ്മൾ വാർക്കുമോ? അത് മറന്നു പോയെങ്കിൽ കഞ്ഞിയായ വെന്തളഞ്ഞു പോകുമല്ലോ, കഷ്ടമായല്ലോ. ഇങ്ങനെ പല വിചാരം കൊണ്ട് നിങ്ങളിരുന്നു. ആ നേരത്തെ കുർബാന തീർന്നു എന്ന് വിചാരിക്കുക. നിങ്ങളാരും അങ്ങനെ ചെയ്യുകയല്ല. വളരെ വിദൂര നാട്ടിലെ ആളുകൾ, നിങ്ങളുടെ അടുത്ത ഇടവക ഏതാണ്? കാഞ്ഞിരടുക്കം. അവിടുത്തെ മതാധ്യാപകരുമല്ലോ അങ്ങനെ വിചാരിച്ചാലേ ഉള്ളൂ. അവർ കേട്ട് എന്നോട് വഴക്കിന് വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഏതാണെങ്കിലും ശരി, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് ആ കൂദാശയിൽ പങ്കുചേരാൻ നിങ്ങൾ ത്യാഗപൂർവ്വം അവിടെ എത്തിയത്, പ്രാർത്ഥിച്ചത്, അതൊക്കെയും ഇടയ്ക്കൊരു പല വിചാരം ഉണ്ടായാൽ പോലും അതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിച്ചില്ല എങ്കിൽ പോലും അതിൻ്റേതായ കൃപ നമുക്ക് ആ കൂദാശയിൽ നിന്ന് ലഭിക്കുന്നു. അതേസമയം അതാണ് എക്സ് ഓപ്പരെ ഓപ്പരാത്തോ. അതേസമയം കൂദാശ അനുകരണങ്ങളിൽ അതില്ല. കൂദാശ അനുകരണങ്ങളിൽ ഓരോ വ്യക്തിയും വ്യക്തിപരമായി എത്രമാത്രം ആത്മാർത്ഥതയോടെ അതിൽ പങ്കുചേരുന്നു, അതാണ് അവിടെ അടിസ്ഥാനപരമായ വിഷയം. കൂദാശകളിൽ വ്യക്തികളുടെ കുറവിനെ തിരുസഭ പരിഹരിക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട്. എക്ലേസിയ സുപ്ലത്ത് എന്ന് പറയും. സഭ കൂട്ടിച്ചേർക്കുന്നു അഥവാ സഭ സപ്ലൈ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എക്ലേസിയ സുപ്ലത്ത്, അതായത് കുർബാന ചെല്ലുമ്പോൾ അച്ഛൻ ചിലപ്പം പല വിചാരത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലി തീർത്തുകയാണ്. കർത്താവായ ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. കാര്യം അച്ഛൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലി, പക്ഷേ അന്നേരം അച്ഛൻ്റെ മനസ്സ് അവിടെയെങ്ങും ഇല്ലായിരുന്നു. വേറെ എന്തോ കാര്യം അച്ഛൻ ആലോചിച്ചുകൊണ്ട് അത് ചൊല്ലിയത്. അച്ഛൻ അന്നേരം ആലോചനാക്കുറവുണ്ടായാൽ പോലും നമ്മൾ വിശ്വസിക്കുന്നു എന്താണ്? തിരുസഭയാണ് അവിടെ അത് ചെയ്തിരിക്കുന്നത്. ഈശോ മിശിഹായുടെ നാമത്തിൽ തിരുസഭയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാർമ്മികന് ഒരു കുറവ് സംഭവിച്ചാൽ അതാര് പരിഹരിക്കുന്നു? തിരുസഭ പരിഹരിക്കുന്നു. അതാണ് എക്ലേസിയ സൂപ്ലത്ത്. അതൊരു കാഴ്ചപ്പാടാണ് സഭയിൽ. അതേസമയം കൂദാശ അനുകരണങ്ങളിൽ ഇപ്രകാരം അതൊരു സഭയുടെ ഔദ്യോഗിക പ്രവൃത്തി എന്ന രീതിയിൽ പല കൂദാശ അനുകരണങ്ങളിലും സംഭവിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ കൂദാശ അനുകരണങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ ഭക്തിയുമായി ബന്ധപ്പെട്ടതാകിയാൽ വ്യക്തിപരമായി നാം കാണിക്കുന്ന ആത്മാർത്ഥതയും തീഷ്ണതയും ശ്രദ്ധയും കൂദാശ അനുകരണങ്ങളുടെ ഫലപ്രാപ്തിയിൽ പരമപ്രധാനമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം നൽകി നമ്മുടെ കൂടെയായിരുന്ന തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം ടിവിയുടെ പേരിലുള്ള വളരെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ വളരെ സജീവമായ ചോദ്യങ്ങളുമായി നമ്മുടെ കൂടെയായിരുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഉദയപുരം, കോടോത്ത് ഇടവകകളിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമായിരുന്നു. എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം ശാലോം ടിവിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കത്തോലിക്ക സഭയിലെ കൂദാശ അനുകരണങ്ങൾ, മൃതസംസ്കാര ശുശ്രൂഷ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ചർച്ചയുടെ തുടർഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഈശോയിൽ എല്ലാവർക്കും നന്ദി. സികാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.